ദേ പിള്ളേരെ, വൈകിട്ട് നേരത്തെ അങ്ങ് എത്തിക്കൊള്ളൂ. കേട്ടല്ലോ? കേട്ടു സാർ. ഞങ്ങൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഞങ്ങൾ നേരെ പോയത് ഒരു ഗുൾബാറിലേക്കായിരുന്നു. ചുമ്മാ ഒരു ഡ്രൈവിംഗ് അത്ര ഉദ്ദേശിച്ചത്. പിന്നെ ഒരു 6 മണിയോടെ ഞങ്ങൾ വീട്ടിലെത്തി. വന്നു കയറുമ്പോൾ തന്നെ എല്ലാം നിരന്നു നിന്നു പ്രാർത്ഥിക്കുന്നു. വിളക്ക് വെച്ചിട്ടുണ്ട്. ഞങ്ങളെ കണ്ടതും ദർശി എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. അപ്പോൾ തന്നെ ഞാൻ അവനെ എടുത്തു. എന്നിട്ട് കാറിൽ നിന്നും ചോക്ലേറ്റ് ബോക്സ് അവന് നേരെ നീട്ടി. അവൻ സന്തോഷത്തോടെ വാങ്ങി എൻ്റെ കവിളിൽ ഒരു ഉമ്മ തന്നു. അപ്പോൾ ഞാൻ അവനെ താഴെ ഇറക്കിക്കൊണ്ട് പറഞ്ഞു, എല്ലാവർക്കും കൊടുക്കാൻ. അപ്പം തന്നെ ചെക്കൻ ഓടിപ്പോയി. എനിക്കൊന്നും കൊണ്ടുവന്നില്ലേ കാശിയേട്ട? അതും ചോദിച്ച് അബി. എൻ്റെ അബിക്കൊച്ചെ, ദർശിൻ്റെ കയ്യിൽ കൊടുത്തത് എല്ലാവർക്കുമായിട്ടാ. അതും പറഞ്ഞ് ഞാൻ റൂമിലേക്ക് പോയി. നിരവ് വീട്ടിൽ പോയി അവൻ്റെ കൂടെ സൂര്യയും. ഞാൻ റൂമിൽ പോയി ഒന്ന് ഫ്രഷായി വന്നു കിടന്നു. ഞാൻ മയങ്ങിപ്പോയി. കണ്ണു തുറന്ന സമയം നോക്കിയതും 9 മണിയായിരുന്നു. പിന്നെ വീണ്ടും കണ്ണുകൾ അടച്ചു ധ്രുവിയുമായി ചിലവിട്ട കാര്യങ്ങൾ ആലോചിച്ചു. അപ്പോൾ തന്നെ എൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. കാശി പെട്ടെന്ന് ആരോ വിളിച്ചതും നോക്കുമ്പോൾ ധ്രുവി. രാവിലെ കണ്ട സ്വപ്നം ഓർമ്മയുള്ളത് കൊണ്ട് ഞാൻ വലിയ എക്സ്പ്രഷൻ ഇടാൻ നിന്നില്ല. കാശി, അവൾ എന്നെ തട്ടി വിളിച്ചതും ഞാൻ ബോധം വന്ന പോലെ അവളെ നോക്കി. സത്യമാണോ ധ്രുവി? നീ എന്ത്? എൻ്റെ ഭാവം കണ്ട് അവൾ എന്നെ തറപ്പിച്ചു നോക്കി. അല്ല, നീ എന്താ ഇവിടെ? ഞാൻ അവളെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. എന്തേ, എനിക്കിവിടെ വരാൻ പാടില്ലേ? അവൾ എൻ്റെ റൂം മൊത്തം കണ്ണോടിച്ചുകൊണ്ട് ചോദിച്ചു. അല്ല, ഒരു പുരുഷൻ്റെ റൂമിലേക്ക് ഒരു പെൺകുട്ടി, അതും ഈ സമയത്ത്? ഞാൻ ഷർട്ട് ഇടാത്തോണ്ട് കൈകൾ രണ്ടും ക്രോസ് പോലെയാക്കി ഷോൾഡറിൽ വെച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ പറയുമ്പോൾ അവൾ എന്നെ അത്ഭുതത്തോടെ നോക്കുന്നുണ്ട്. എന്താടി നോക്കുന്നത്? എൻ്റെ ബോഡി കണ്ടിട്ടാണോ? ഒരു കണ്ണുറുക്കിക്കൊണ്ട് ചോദിച്ചു. ഓ പിന്നെ, നോക്കാൻ പറ്റിയ ബോഡി. ഒന്ന് പോട ചെറുക്ക, അവൾ പുച്ഛത്തോടെ പറഞ്ഞു. ചെറുക്കാന്നോ? എന്താടി? എൻ്റെ ബോഡിക്ക് ഒരു കുഴപ്പം? ഞാൻ അവളിലേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു. എന്തു കുഴപ്പം? അവൾ കണ്ണ് മീച്ചുകൊണ്ട് എന്നെ നോക്കി. അത് കണ്ടതും എനിക്ക് ചിരി വന്നു. ഞാൻ അവളിലേക്ക് അടുക്കും തോറും അവൾ ഒരു പിടച്ചിലോടെ താഴേക്ക് നോക്കി. അയ്യോ എന്ന് പറഞ്ഞ്. അവൾ പറഞ്ഞതും ഞാനും ഞെട്ടി. എന്താടി? അല്ല, അച്ചായി വേഗം താഴെ ചെല്ലാൻ പറഞ്ഞു. അവൾ തലക്ക് കൈവച്ചുകൊണ്ട് പറഞ്ഞു. ഓ ഇതാണോ? നിക്ക് ഒരു മിനിറ്റ്, അവളോട് പറഞ്ഞിട്ട് ഒരു ബ്ലാക്ക് കളർ ടീഷർട്ട് എടുത്തിട്ടു. എന്നിട്ട് അവളോട് പോവാനെന്ന് പറഞ്ഞു. ഞാനും അവളും ഒരുപോലെ നടന്നു. കാശി പെട്ടെന്ന് അവൾ വിളിക്കുന്നതോടൊപ്പം എൻ്റെ കൈകളിൽ അവളുടെ കൈ കോർത്തു. അവൾ എന്നെ ചിരിയോടെ നോക്കി. ഞാൻ അവളെ എന്തെന്ന് ഭാവത്തിൽ നോക്കി. ഐ ലവ് യു കാശി, എനിക്കിഷ്ടാണ്. ഈ ജന്മം മുഴുവൻ തൻ്റെ പാതിയാവാൻ. അവൾ അതും പറഞ്ഞ് എൻ്റെ കവിളിൽ കടിച്ചു കൊണ്ട് ഓടി. ധ്രുവി, ഞാൻ വിളിച്ചെങ്കിലും അവൾ ഓടിപ്പോയി. ഞാൻ ഒരു ചിരിയോടെ തലക്കടിച്ചു. അവൾ പറഞ്ഞത് എൻ്റെ കാതുകളിൽ അലയടിച്ചു. എൻ്റെ മുഖം സന്തോഷത്താൽ നിറഞ്ഞു. കാശിയുടെ പാതിയായവൾ ധ്രുവി നക്ഷത്ര. എൻ്റെ മനസ്സിൽ അതുമാത്രം ഉറച്ചു. എൻ്റെ സ്നേഹം കൊണ്ട് അവൾ ഇതുവരെ അനുഭവിച്ച ദുഃഖം മാച്ചു കളയണം. എല്ലാവരും ഋഷിയെപ്പോലെയല്ല എന്ന് മനസ്സിലാക്കിപ്പിക്കണം. എൻ്റെ പ്രണയത്തിൽ അവൾ അലിഞ്ഞു പോകണം. എൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കണം. എൻ്റെ മനസ്സ് ഇത് 1000 വട്ടം ഉരുവിട്ടു. പുഞ്ചിരിയോടെ അവിടേക്ക് നടക്കുമ്പോൾ അവളുടെ മുഖം മാത്രമായിരുന്നു മനസ്സിൽ. കാശിയോട് ഇഷ്ടം പറഞ്ഞപ്പോൾ ലോകം വെട്ടിപ്പിടിച്ച ഫീലായിരുന്നു. അവൻ്റെ കണ്ണിൽ ഉണ്ടായ തിളക്കം പ്രണയമായിരുന്നു. ഞാൻ വേഗം നടന്നു. ഹാളിലെത്തി. എല്ലാവരും വന്നിട്ടുണ്ട്. ഇനി കാശി കൂടെ വന്നാൽ മതി പറഞ്ഞിരിക്കെ കാശിയും വന്നു. ഞാൻ അച്ഛൻ്റെ അടുത്ത് പോയിരുന്നു. എല്ലാവരും എന്തൊക്കെയോ സംസാരിക്കുകയാണ്. കാശി വന്നതും എല്ലാവരും സൈലൻ്റായി. ഞാൻ അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും വന്നിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ ധ്രുവിയിലേക്ക് നോക്കി. അച്ഛൻ്റെ അടുത്തിരിക്കുന്നുണ്ട്. ഞാൻ ഒരു ചിരിയോടെ അവളെ നോക്കി കണ്ണുറുക്കി. അവൾ എന്നെ നോക്കി ഒരു പുരികമുയർത്തി. ഞാൻ ഒരുപോലെ തലയ്ക്ക് കൈവച്ച് അപ്പോഴും മായാത്ത പുഞ്ചിരി. എന്താ അച്ഛ വരാൻ പറഞ്ഞേ? ഞാൻ ഭാവവ്യത്യാസമില്ലാതെ ചോദിച്ചു.
വന്നോ എല്ലാവരും? അച്ഛൻ ചോദിച്ചതും ഞാൻ അച്ഛനെ തന്നെ നോക്കി. അച്ഛൻ അപ്പുറത്ത് തന്നെ മുത്തശ്ശിയും പപ്പായും ഇരിപ്പുണ്ട്. അച്ഛൻ്റെ അടുത്ത് തന്നെ താഴെ ആമിയും ധ്രുവിയും ശിവയും അഭിയും നീലാംബരിയും ആൻറ്റിയുടെ അടുത്താണ്. അവരുടെ അടുത്ത് തന്നെ നന്ദൻ അങ്കിളുണ്ട്. ദർശി പിന്നെ നീലാമ ആൻറ്റിയുടെ അടുത്ത്. കൂടെ അങ്കിളും ജാൻ ദേവമ്മ നീലാഞ്ജന ആൻറ്റിയും ഒരുമിച്ച്. നീരവും സൂര്യയും നിൽക്കുകയാണ്. ഞാൻ അവരുടെ അടുത്ത് പോയി നിന്നു. എല്ലാവരും വന്നു അമ്മേ. ഇനി അമ്മ പറഞ്ഞോളൂ. അച്ഛൻ എല്ലാവരെയും നോക്കി പറഞ്ഞു. നീല നീ തന്നെ പറഞ്ഞോളൂ. മുത്തശ്ശി ചിരിയോടെ പറഞ്ഞതും അച്ഛൻ എല്ലാവരെയും നോക്കിക്കൊണ്ട് പെട്ടെന്ന് നിരവ് എന്നെ നോക്കി എന്താടാ എന്ന് ചോദിച്ചു. എൻ്റെ ഉള്ളിൽ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് ഹാപ്പിയായിരുന്നു ഞാൻ. അവളുടെ നാവിൽ നിന്നും കേട്ട കാര്യം എൻ്റെ ഹൃദയം പോലെ സന്തോഷം കൊണ്ട് തുള്ളിക്കാണും. ഞങ്ങളുടെ ആഗ്രഹം പോലെ എല്ലാവരും വന്നു. ഇനി ഒരു ആഗ്രഹം കൂടെയുണ്ട് എന്ന് അറിയാലോ. കാശിയുടെ നിരവിൻ്റെയും സൂര്യയുടെയും വിവാഹം ഒരുമിച്ച് നടത്തണമെന്ന അത്രയും പറഞ്ഞ് അച്ഛൻ ചിരിച്ചു. അപ്പം ആദ്യമേ തീരുമാനിച്ചതാ നിരവിൻ്റെയും ആമിയുടെയും. ചെറുപ്പം മുതലുള്ള അവരുടെ സ്നേഹം കണ്ട് തീരുമാനിച്ചതാ. നിരവിനെയും ആമിനെയും നോക്കി പറഞ്ഞു. അപ്പം തന്നെ രണ്ടിൻ്റെയും മുഖമൊന്ന് കാണണം. അവളുടെ നാണം കണ്ടോ അച്ചായി? ധ്രുവി ആമിനെ നോക്കി പറഞ്ഞു. എല്ലാവരും അവളെ നോക്കി ചിരിച്ചു. എന്നാൽ ഇവിടെ ഒരാൾ അവളേക്കാൾ നാണത്തോടെ കാലും കൊണ്ട് കളം വരക്കുന്നുണ്ട്. ഞങ്ങൾ എല്ലാവരും അവരെ നോക്കി കളിയാക്കി. അച്ചായി ലവ് യു ഉമ്മ. യോ എൻ്റെ പെണ്ണിനെ എനിക്ക് കിട്ടിയോയേ. അതും പറഞ്ഞ് അവൾ തുള്ളിച്ചാടി. മതിയടാ ചക്ക, ബാക്കി കൂടെ പറയട്ടെ. അച്ചായി പറയും. അച്ഛൻ ഒന്ന് മൂളിക്കൊണ്ട് ധ്രുവിയുടെ തലയിൽ തലോടി. എന്നിട്ട് പറയാൻ തുടങ്ങി. എൻ്റെ ഹൃദയം പടപട ഇടിക്കുന്നുണ്ടായിരുന്നു. ഇനി കാശിയുടെ ശിവമോള്. ശിവ എന്ന് കേട്ടതും ഞാനും ധ്രുവിയും ഒരുപോലെ നോക്കി. ശ്വാസം നിലക്കും പോലെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അത് കണ്ടതും എൻ്റെ മനസ്സ് പിടഞ്ഞു. അവൾ തല താഴ്ത്തിയിരിക്കുകയാണ്. ഞാൻ ഒന്നും മിണ്ടിയില്ല. ശബ്ദം പുറത്തേക്ക് വന്നില്ല എന്നാണ് സത്യം. അച്ഛനും തെറ്റിയതാണോ ഇനി? അച്ഛനും അമ്മയും ധ്രുവിയും എനിക്ക് വേണ്ടി പറയുന്നത് ഞാൻ കേട്ടതാണ്. പിന്നെ ഇപ്പോൾ ശിവ നാണത്തോടെ കാശിയെ നോക്കി. എല്ലാവരുടെയും മുന്നിൽ അവൻ ചിരിച്ചു. എൻ്റെ മോള് സൂര്യ സന്തോഷത്തോടെ ചിരിച്ചു. എന്നാൽ ധ്രുവി ഭാവവ്യത്യാസമില്ലാതെ നോക്കി. അവളുടെ ഭാവം നീലമ്മക്ക് മനസ്സിലായിരുന്നു. എന്നാൽ അവർ വിചാരിച്ചത് ഋഷിയെ ഓർത്താണ് എന്നാണ്. നിരവ് എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് ഓക്കെ അല്ലേ എന്ന് ചോദിച്ചതും ഞാനൊന്ന് ചിരിച്ചു. എൻ്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. എന്തിനാന്ന് പോലും അറിയാതെ എൻ്റെ കണ്ണു നിറഞ്ഞു. അതും ആരും കാണാതെ മറച്ചു പിടിച്ചു. അല്ലെങ്കിലും ഞങ്ങൾ ആൺകുട്ടികൾക്ക് കണ്ണുനീർ മറച്ചു പിടിക്കാനുള്ള പ്രത്യേക കഴിവുണ്ടല്ലോ. അപ്പോൾ കേശവൻ തിരുമേനിയോട് നാളെ തന്നെ വരാൻ പറയാം. നല്ല മുഹൂർത്തം നോക്കി നമുക്കിത് നടത്താം. എന്താ സത്യ? അച്ഛൻ അതും പറഞ്ഞ് പപ്പയോട് ചോദിച്ചു. നീല. വിഘ്നേശ്വരൻ്റെ നന്ദയും എന്തെങ്കിലും? ഞങ്ങൾക്ക് സമ്മത. അല്ല നന്ദ അത് ചോദിച്ചു. ധ്രുവിയുടെ പപ്പ നന്ദന് അങ്കിളും മറുത്തൊന്നും പറഞ്ഞില്ല. എല്ലാവരുടെയും മുഖം സന്തോഷം നിറഞ്ഞു. അഞ്ജു നിനക്ക് എന്തെങ്കിലും? എനിക്കെന്ത്? ഞങ്ങൾ എല്ലാവർക്കും 1000 വട്ടം സമ്മതം. എൻ്റെ മോള് തന്നെയല്ലേ ധ്രുവി? എന്നാൽ എല്ലാവരും പോയി കിടന്നോ? എല്ലാവരും പോയി തുടങ്ങി. ഞാൻ പോവാൻ നിന്നതും അച്ഛൻ വിളിച്ചു. ഞാൻ എന്താ എന്ന ഭാവത്തിൽ നോക്കി. എൻ്റെ ഹൃദയം അത്രയും വേഗത്തിൽ മിടിച്ചു. എന്തിനാ അച്ഛാ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു. എന്നാൽ നാവും പോലും എന്നെ ചതിച്ചു. നിശ്ചലനായിരുന്നു ഞാൻ. എന്താ കാശി, സന്തോഷമില്ലേ? നിന്റെ മനസ്സിൽ പെണ്ണ് തന്നെയല്ലേ ശിവ? അച്ഛൻ പറഞ്ഞതും ഞാൻ അച്ഛനെ തന്നെ നോക്കി. പിന്നെ ഒന്ന് മന്ദഹസിച്ചു. ചിരിക്കണ്ട നീ. എനിക്കറിയാം നിനക്ക് ശിവയെ ഇഷ്ടമാണ് എന്ന്. എന്നാൽ എൻ്റെ ധ്രുവിമോള് തന്നെയാ എൻ്റെ മോൻ്റെ വധുവായി അച്ഛൻ്റെ മനസ്സിൽ. നിൻ്റെ ഇഷ്ട അച്ഛന് വലുത്. എന്നാലും നീ അച്ഛനോടൊന്നും പറഞ്ഞില്ലല്ലോ നീയും ശിവയും ഇഷ്ടത്തിലാണെന്ന്. അത് അറിയാതെ ഞാൻ ധ്രുവിയെ പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ മോനോടും ധ്രുവിമോളോടും ചെയ്യുന്ന ദ്രോഹമായേനെ. അങ്ങനെയൊന്നും നടന്നില്ലല്ലോ.
സന്തോഷമായി അച്ഛന്. അതും പറഞ്ഞ് എൻ്റെ തോളിൽ ഒന്ന് തട്ടിക്കൊണ്ട് അച്ഛൻ പോയി. എന്നാൽ അച്ഛൻ എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നാലും അച്ഛൻ മനസ്സിൽ ധ്രുവിയുടെ സ്നേഹം കാണാം. അച്ഛൻ്റെ മനസ്സിലെ നോവും. ഞാൻ തിരിഞ്ഞു നടക്കാൻ നിന്നതും മുന്നിലെല്ലാം കേട്ട് ധ്രുവി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. എന്നെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ മുഖം തിരിച്ചു പോയി, ദേഹം തളരുന്ന പോലെ. ധ്രുവി, ഞാൻ വിളിച്ചെങ്കിലും അവൾ തിരിഞ്ഞില്ല. ഞാൻ റൂമിലേക്ക് പോയി കണ്ണുകൾ ഇറുകെ അടച്ചു. മനസ്സിൽ ധ്രുവിയുടെ കരയുന്ന മുഖം. മനസ്സ് തളരും പോലെ. ഇനി എന്തു ചെയ്യും? അച്ഛൻ പറഞ്ഞത് ഞാൻ ശിവയും തെറ്റിദ്ധരിച്ചോ? അച്ഛൻ അന്ന് ഫുഡ് കഴിക്കുമ്പോൾ അച്ഛൻ എന്നെ കളിയാക്കിയത് ധ്രുവിയെ പറഞ്ഞല്ലേ? ശരിയാ, അന്ന് നേരെ ശിവയും ഉണ്ടായിരുന്നു. അവൻ്റെ മനസ്സ് കലങ്ങി മറിഞ്ഞു. അച്ചായി പറഞ്ഞത് കേട്ടതും ശ്വാസം നിലക്കും പോലെ തോന്നി. ഒന്ന് ഏങ്ങാൻ പോലും ആവാതെ ഇരുന്നു. നിറഞ്ഞ കണ്ണുകൾ അവർ കാണാതിരിക്കാൻ ശ്രമിച്ചു. എൻ്റെ പ്രണയം തുറന്ന് പറഞ്ഞപ്പോൾ തന്നെ തകർത്തല്ലോ എന്ന് മനസ്സ് അലറിക്കരയുന്നുണ്ടായിരുന്നു. ജീവൻ്റെ ഒരു ഭാഗം അടരും പോലെ. മനസ്സ് അലമുറ കൂട്ടി. എല്ലാം കഴിഞ്ഞ് കാശിയോട് സംസാരിക്കാമെന്ന് കരുതിയാണ് അവിടെ നിന്നത്. എന്നാൽ അച്ചായി പറഞ്ഞ വാക്കുകൾ കേട്ടതും ശരിക്കും ഞെട്ടിപ്പോയിരുന്നു. കാശിയെ ഒന്ന് നോക്കിക്കൊണ്ട് അവിടുന്ന് തിരിഞ്ഞു നടന്നു. ഡോർ ലോക്ക് ചെയ്ത് ചുവരിലേക്ക് ഊർന്നിരുന്നു പോയി. കണ്ണുകൾ നിറഞ്ഞൊഴുകി. കാശി, എന്നെ പറ്റിക്കുകയായിരുന്നോ? ശിവയോട് ഇഷ്ടമുണ്ടായിട്ടാണോ എന്നോട് ഇങ്ങനെയൊക്കെ? ഈശ്വര, എല്ലാം എന്നെ ചതിക്കുവാണോ? എൻ്റെ മനസ്സിൽ കാണാൻ ആരും ശ്രമിക്കുന്നില്ലല്ലോ. എല്ലാം അറിഞ്ഞിട്ടും കാശിയും എന്തിനാവും എന്നെ മോഹിപ്പിച്ചത്? ഒഴിഞ്ഞു മാറിയതല്ലേ ഞാൻ? എന്നിട്ടും എൻ്റെ സ്നേഹത്തിന് ഒരു വിലയുമില്ലല്ലോ. എല്ലാവരെയും പോലെ തന്നെയല്ലേ എൻ്റെ മനസ്സ്? അല്ലാതെ കല്ലൊന്നുമില്ലല്ലോ. എന്തിനാ കാശി? തൻ്റെ പാതിയാവാൻ കൊതിച്ചതല്ലേ ഞാൻ? ശിവയെ ഇഷ്ടമാണെങ്കിൽ ഒഴിഞ്ഞു മാറില്ലേ ഞാൻ? എന്നെ വീണ്ടും തളർത്തി നീ. അവൻ ഇല്ലാതെ തനിക്ക് പറ്റുമോ? മനസ്സ് പൊട്ടുന്ന പോലെ തോന്നുക. അവൾ പൊട്ടിക്കരഞ്ഞു. കണ്ണുകൾ വല്ലാത്ത ഭാരം. അവൾ ആ തറയിൽ തളർന്നു വീണു. ശരീരം തളരും പോലെ. വേണ്ട ധ്രുവി, കരയരുത്. ഋഷിയില്ലാതെ പറ്റുമെങ്കിൽ അവനെപ്പോലെ തന്നെ നിന്നെ ചതിച്ച് ഇവന് വേണ്ടി നീ എന്തിന് കരയണം? അവൾ കണ്ണുകൾ തുടച്ചു എണീറ്റു. എന്തോ മനസ്സിൽ ഉറപ്പിച്ച പോലെ. എന്നാൽ അവൾക്ക് വേണ്ടി ഉരുകുന്ന മനസ്സുമായിരിക്കുന്നവനെ അറിയാതെ.